നടിയാക്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ ഉന്നതതല യോഗം കൊച്ചിയിൽ സമാപിച്ചു. ഐജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, യോഗത്തിന് ശേഷം പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? ജോർജറ്റ്, ഇപ്പോൾ ഒരു ഏകദേശം 3.5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ യോഗം സമാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആലുവ റൂറൽ SP AV ജോർജാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അവലോകനം നടത്തി. ഇനി കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. എന്തായാലും കാര്യങ്ങൾ സംബന്ധിച്ച് 3.5 മണിക്കൂറോളം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ അവലോകനം ചെയ്തു. ഇനി കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ കൂടുതൽ പേരെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടി വരും. പിന്നെ അറസ്റ്റുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞില്ല. എങ്കിൽ പോലും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 3.5 മണിക്കൂറോളം ചർച്ച നടത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ നിർണായകമായ വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഇതിലുള്ള ഫോൺ വിളികളും അതോടൊപ്പം തന്നെ രേഖകളും ഉൾപ്പെടെയുള്ള എല്ലാം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ കൃത്യമായ തെളിവോടുകൂടി എടുത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്ന് അന്വേഷണ സംഘ തലവനായ IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം നടന്നത്. ഈ യോഗത്തിൽ എന്തായാലും നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ കാക്കനാട് ജയിലിൽ പൾസർ സുനിയു കാക്കനാട് ജയിലിൽ വെച്ച് ഫോൺ വിളിച്ചു എന്ന് പറയപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെടുത്തിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം കാവ്യയുടെ കാക്കനാട് ലക്ഷ്യ എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോൺ വിളികൾ നാദൃഷിയും അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി അടക്കമുള്ളവരെ വിളിച്ച ഫോൺ രേഖകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കാര്യത്തിലാണ് ഇന്ന് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം DGP വ്യക്തമാക്കിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടി വന്നാൽ അറസ്റ്റ് ഉണ്ടായേക്കാം. ഇത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടതെന്നും DGP വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഇന്ന് ഒരു നിർണായകമായ ഒരു യോഗം നടത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘ തലവൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നിർണായകമായ യോഗമാണ് ഇപ്പോൾ നടന്നത്. എന്തായാലും ഇപ്പോൾ ആലുവ റൂറൽ SP AV ജോർജാണ് പുറത്തേക്ക് പോയത്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിലയിരുത്തിയിരിക്കുന്നു. ഇനി വേണ്ടി വന്നാൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരും. എന്നാൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ജോർജറ്റ്, കൊച്ചിയിൽ നിന്ന് സിബിയാണ് വിവരങ്ങൾ നൽകിയത്.